മാറ്റി വെക്കുന്നില്ല, ബീച്ചിൽ പോയിട്ടേ പോകുള്ളൂ. എന്നാൽ പിന്നെ വെയിൽ കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോട്ടെ. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോവാണ്. നമ്മൾ ഓട്ടോയിൽ കയറി ഇരുന്ന് അപ്പം തൊട്ട് നല്ല ബ്ലോക്കായിരുന്നു. ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ തൊട്ടേ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ കുറേ നേരം പോസ്റ്റായി ഓട്ടോയിൽ തന്നെ ഇരുന്ന് കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ പൊള്ളണ വെയിൽ. ഓട്ടോയിൽ ഇരുന്നപ്പോൾ തന്നെ സൈഡ് ഫുള്ള് അങ്ങ് ചൂടടിച്ച് നന്നായിട്ട് അങ്ങ് പൊരിയുന്നുണ്ടായിരുന്നു. അത്ര വെയിലാണേ. അപ്പം എന്തായാലും കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് പിന്നെ പോയെ. നമ്മൾ പൊള്ളുന്ന വെയിലത്ത് പൊരി വെയിലത്ത് ബീച്ചിൽ പോവുകയാണെങ്കിൽ പൊരി വെയിലാണ്. ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എല്ലാവരും മഞ്ഞ, ഞാൻ മാത്രം കറുപ്പായി. എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, എല്ലാവരും മഞ്ഞ. ബാലു വെയിലത്ത് ബീച്ചിൽ പോയാലേ കരിഞ്ഞു പോവും. ഏതിന്റെ മൊത്തം പറ. കുറച്ചറിയാത്തത് എല്ലാരും കേക്കട്ടെ. സൗണ്ട് ഇല്ലേ? കഷ്ടം. ബാലു ഏത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്? ഡേംഡോക്കിന്റെ 5% സൺസ്ക്രീൻ ഇട്ട സുന്ദരിയാണ് ഇരിക്കുന്നത്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ്. നീ എങ്ങനെ വീഴും? ബ്ലോക്കാണ്, ബ്ലോക്ക്. കിടിലം ബസ്സാ ബാക്കിലാ. ഭയങ്കര ബ്ലോക്ക്. വിശപ്പം ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ അവിടെ കൊണ്ടുവന്ന് ബീച്ച് കാണിച്ചിരുന്നിട്ട് അതുപോലെ അങ്ങ് വിട്ടോളാം. ബീച്ച് കാണാമെന്ന് ബീച്ച് ഈ വെയിലത്ത് ബീച്ച് ഇറങ്ങുന്നത് എങ്ങനെയാണ്? ചൂടത്ത് ഞങ്ങൾ ഓട്ടോയിൽ കയറി അന്നേരം തൊട്ടേ ബ്ലോക്കിലാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഓട്ടോയിൽ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അത്രയും നേരം വെയിലുള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ സമയത്ത്, ഏപ്രിൽ മെയിലൊക്കെ വരുന്ന കൊടും ചൂടില്ല, ആ ചൂടൊക്കെ ഇപ്പോഴേ അങ്ങ് അടിക്കുക. ഡിസംബറിലേ വെയിൽ എന്താവും എന്തോ ഇത്തവണ. അപ്പോൾ വേനൽക്കാലം എന്ന് ഭയങ്കര വരൾച്ചയൊക്കെ വരുമായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഞങ്ങളങ്ങ് എത്തിയത്. ഞങ്ങളങ്ങ് എത്തിയപ്പോഴത്തേക്ക് 12 മണിയായി. അപ്പോഴത്തേനും ഒന്നും വല്ല കൊട്ട വെയിലത്താണ് സത്യം പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് ഇറങ്ങിയത്. ഇവളുമാർക്ക് ബീച്ചിൽ പോയേ പറ്റുള്ളൂ. ഇന്ന് ബീച്ചിൽ പോകാൻ നിവർത്തിയില്ല. അങ്ങനെ എന്തായാലും പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബീച്ചിലേക്ക് എത്താറായപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കുണ്ട്. കാരണം ബലിയിടാനൊക്കെ വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഉറക്കം അതിനകത്ത് വെയിൽ. ബീച്ചിൽ കുടയും പിടിച്ച് പോകുന്ന ടീം. ജാനുവിന് ആഡ് ചെയ്തോണം. ജാനു പോണൊക്കെ മണല് പൊള്ളുന്നു. നിനക്ക് വേണോടെ? ഇതിനൊക്കെ ഉച്ചയ്ക്ക് ബീച്ചിൽ വരണം അല്ലേ? ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല വെയിലത്താണ് വന്നെങ്കിലും ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം കാണുമ്പോൾ ഒരു ഭംഗി, രാവിലെ കാണുമ്പോൾ ഒരു ഭംഗി, ഉച്ചയ്ക്ക് കാണുമ്പോൾ വേറൊരു ഭംഗി. ഉച്ചത്തേനെ കണ്ടപ്പോഴത്തേക്കും നല്ല നല്ല പളുങ്കുമണികൾ പോലും ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കാണാൻ, ബീച്ചിലെ വെള്ളം കാണാനായിട്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബീച്ചിൽ വന്ന വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് ഈ വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് മൊത്തം എല്ലാം പേടിയാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ മക്കൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പേടിയില്ല. അവർ ഈ വെള്ളത്തിലങ്ങ് എടുത്തിട്ട് കൊടുത്താൽ മതി. അവരെ കിടന്ന് ആർമാജ് കളിച്ചോളും. മണലൊക്കെ വാരി ദേഹത്തിട്ട്. സാധാരണ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും ബീച്ചിൽ പോകുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യുന്നത്. ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇല്ല. ഞാൻ മാത്രമായിട്ട് മക്കളും ഇതുവരെ ബീച്ച് വന്നിട്ടേ ഇല്ല. ഇതിപ്പോൾ റയറസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് ഞങ്ങൾ വരുന്നത്. പക്ഷേ എന്തായാലും ഉച്ചയ്ക്ക് വന്നെങ്കിലും ആ മൊമെൻറ്റ്സ് എന്തായാലും അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ. വെയിലാണെങ്കിലും കുട പിടിച്ചുകൊണ്ട് നിന്നെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവരൊന്ന് വെള്ളത്തിലിറങ്ങി കളിച്ച് മണലൊക്കെ ദേഹത്തൊക്കെ പറ്റി ഒന്ന് സന്തോഷമായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എനിക്കും നല്ല ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതുകൊണ്ടൊന്ന് വരാൻ പറ്റിയല്ലോ. എന്നാ നോക്കിയാണ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ബാലു 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 എങ്ങോട്ടേക്കാണ്?
എല്ലാരെയും കാലുകൾ ഷൂസ് ഇട്ട പോലെ. ബാലുവിന്റെ കാല് നോക്കട്ടെ. ആടുജീവിതം പാട്ടിട്ടു. ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് വരാന്ന്. ചാലും ആടുജീവിതം നടക്കുന്നത്. കാല് കുഴപ്പമില്ലെന്ന് തോന്നണ്ട. നല്ല വെള്ളം, നല്ലത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണോ? അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. പോട്ടി കിടന്നു താന്ന് പോകാനകത്താണോ? അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരുപാട് ഈ ആൻറ്റീക്ക് സിൽവർ പിന്നെ ഷോപ്പുകളുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമെന്ന്. എപ്പോൾ പോയാലും ഭയങ്കര വിലയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോഴും ഒന്നും വാങ്ങിയില്ല, ചുമ്മാ എടുത്ത് ഇട്ടൊക്കെ നോക്കിയതേ ഉള്ളൂ. സിൽവർ, ജർമ്മൻ സിൽവർ, ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഒരുപാട്. ഇവിടെ ആൻറ്റീക്ക് പീസസിൻ്റെ കളക്ഷൻ, അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസൊക്കെ ഒരുപാട് വരുന്ന ഷോപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന 100-നും 200-നും കിട്ടുന്ന സാധനങ്ങൾ വരെ ഇവിടെ ഇവർ 500-600 റേഞ്ചാണ് പറയുന്നത്. അപ്പം ഭയങ്കര വിലയായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോകും. തിരിച്ചതായി വരുന്ന ശ്രീപത്മം എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാതിരുന്നേ. ഞങ്ങൾ ബലിയിടാനൊക്കെ വരുമ്പോഴത്തേനും ഞങ്ങൾ കയറി മസാല ദോശ കഴിക്കുന്ന ഹോട്ടലാണിത്. നല്ല വിശപ്പല്ലേ, വെയിലും ഉണ്ട്, വിശന്ന് നല്ല വിശപ്പ്. ബിരിയാണി 4 ചിക്കൻ ബിരിയാണി. അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നപ്പോൾ എന്തായാലും തകർത്ത് വെച്ചങ്ങ് കഴിച്ചു കേട്ടോ. 3 പീസ് ചിക്കൻ പീസുള്ള ബിരിയാണി ആയിരുന്നു. ഭയങ്കര ഫ്ലേവേർഡൊന്നുമല്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത ബിരിയാണി. ഒരെണ്ണം 150 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ വിശന്നിരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അമൃതമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റി അറിയണം എപ്പോഴാണ് വെച്ചാൽ, നല്ല വിശന്നിരുന്ന് കഴിക്കുമ്പോൾ, വയറ് നിറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ എത്ര ടേസ്റ്റി ഫുഡ് കൊണ്ടുവന്നാലും ഓക്കെ നമുക്കൊരു ഫീൽ വരത്തില്ല. അതുപോലെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഓക്കെയാണ് കേട്ടോ. എനിക്ക് ഫുഡുകളൊക്കെ എന്താണ്, ഒരു ആരെന്തും ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്. കൊള്ളാമെന്നും കൊള്ളില്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടില്ല, എല്ലാ ഫുഡും നല്ല ഫുഡാണ്. അപ്പോൾ എന്തായാലും ബിരിയാണി അവിടെ നിന്നങ്ങ് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പം സാധാരണ ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങി ഷെയർ ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നത്, കാരണം വലിയ ബിരിയാണിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണം പറഞ്ഞപ്പോഴത്തേനും അതൊരു നോർമൽ സൈസാണ്, ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും 4 പേർക്ക് 4 ബിരിയാണി അങ്ങ് പറഞ്ഞു. ഷെയർ ചെയ്യാനൊന്നും ഇല്ല, ഷെയർ ചെയ്താൽ പിന്നെ വയറ് നിറയത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 4 ബിരിയാണി ഓർഡർ ചെയ്തും കഴിച്ചു. ബാലമോള് കുറച്ച് പകുതി ബിരിയാണി കഴിച്ചുള്ളായിരുന്നു. ബാക്കി എൻ്റെ പ്ലേറ്റൊക്കെ കാലി, എല്ലിൽ പോലും ഒരു മാംസം പോലും കണ്ടുപിടിക്കാൻ ഇല്ലാത്ത വിധത്തിൽ കഴിച്ച് ക്ലീനാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്ലേറ്റും കാലിയായി. അപ്പം നല്ല ഫുഡായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറാനായിട്ട് ആ ഹോട്ടലിൻ്റെ തൊട്ട് മുന്നേ തന്നെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിന്നു ബസ് കിട്ടി. നമുക്കിങ്ങനെ തിരിച്ച് പാരിപ്പള്ളി ഇറങ്ങിയിട്ട് വേണം പോകാൻ. നമുക്ക് ആദ്യം രാവിലെ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നുള്ള ഒറ്റ ബസ് കിട്ടി. അപ്പോൾ നേരെ വർക്കല വരുന്ന ബസ്സുണ്ട്. ഇതിന് നമ്മൾ പാരിപ്പള്ളി ഇറങ്ങി അവിടെ നിന്ന് വേണം പോകാൻ. അപ്പോൾ നമ്മൾ പാരിപ്പള്ളി ഇറങ്ങിയിട്ട് പിന്നെ അങ്ങ് ഓട്ടോയ്ക്ക് പോകാമെന്ന് വെച്ചു. ഇവളുമാർ 3 ഇന്ന് മഞ്ഞയായിരുന്നു. ഇരുന്ന ബസ്സിലും മഞ്ഞ, ഡ്രസ്സും മഞ്ഞ, എല്ലാം മഞ്ഞ തന്നെ. ശിവഗിരി തീർത്ഥാടനം നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കണ്ടാൽ വിചാരിക്കും അതിന് പോകുവാണോ എന്ന് വിചാരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയത് തന്നെ. അപ്പോൾ ആക്സിഡൻ്റലി എല്ലാം യെല്ലോ ആയി പോയതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ബാലയ്ക്കും ജാനും സ്ഥിരമുള്ള പരിപാടിയെ ഉറങ്ങും. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളങ്ങ് വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും തളർന്നു പോയി വീട്ടിൽ കൊണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. നാളെ തൊട്ട് സ്കൂളും കോളേജൊക്കെ തുറക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബിസിയാണ്. അതിന് മുന്നേ മക്കളെ കൊണ്ടൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി ഹാപ്പിയായി. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.